ആന്റി, ഇവിടത്തെ പൂജ കഴിയുമ്പോ ആന്റിയും കൂട്ടി ഭൂമി പൂജ നടക്കുന്നിടത്തേക്ക് വരാൻ വേണ്ടി വിലാസിനെ ആന്റി പറഞ്ഞിരുന്നു. വിലാസിനി എവിടെ? കുഞ്ഞാനവിള ക്ഷേത്രത്തിലും പുത്തംവിള ദേവി ക്ഷേത്രത്തിലും പോയിട്ട് പൂജ നടക്കുന്നിടത്തേക്ക് വരാന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അവിടെ പൂജയെക്കുറിച്ച് ആർക്കും ഒരു കാര്യവും അറിഞ്ഞുകൂടാത്തവരാ. അശ്രദ്ധമായും അലക്ഷ്യമായും പൂജ ചെയ്താൽ വലിയ ദോഷത്തിൽ ഭവിക്കുമെന്നും ആന്റി പറഞ്ഞു. വിലാസിനി പറഞ്ഞതാ ശരി. നന്ദനയ്ക്കും അരവിന്ദനൊന്നും പൂജയെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരാ. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ ആരെങ്കിലും പോയേ പറ്റൂ. എന്നാ നമുക്ക് പോയാലോ ആന്റി? കൃഷ്ണേട്ടൻ പോണം. അയ്യോ, ആന്റിയും കൂട്ടി ചെല്ലണമെന്ന് വിലാസിനെ ആന്റി പ്രത്യേകം പറഞ്ഞതാ. ഇല്ല, ഭൂമി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരില്ല. പൂജാമുറിയിൽ ദീപാരാധന നടത്തുന്നതിനിടയിൽ വിളക്കണഞ്ഞുപോയി. അതുകൊണ്ട് പരിഹാരമായി സഹസ്രനാമജപം പൂർത്തിയാക്കാതെ ഞാൻ എങ്ങോട്ടുമില്ല. അതുകൊണ്ട് ഭൂമി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കൃഷ്ണേട്ടൻ പോയി അവിടുത്തെ കാര്യങ്ങൾ കൃഷ്ണേട്ടൻ നിന്ന് തന്നെ ചെയ്യിക്കണം. ഞാൻ പൂജാമുറിയിലേക്ക് പോവാ. അച്ഛനാണല്ലോ, നീ സംസാരിക്കും. അങ്കിളെ, നന്ദനയാ. മോളെ, ഞാനാ വരുന്നത്, അഖില വരുന്നില്ല. ശരി ശരി അങ്കിൾ. അരവിന്ദ്, പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി വിട്. അതെന്തുറ്റി? ആന്റി വരുന്നില്ല, പകരം അങ്കിളാ വരുന്നത്. ഇപ്പൊ വിശ്വാസമില്ലേ? അവളുടെ ഒരു അന്ധവിശ്വാസം. നീ സുബണ്ണ വിളിച്ച് കാര്യം പറ. ശരി. തന്നോളൂ. തിരുമേനി, ഇനി എന്തെങ്കിലും ക്രമീകരിക്കണുണ്ടോ? ഒന്നും വേണ്ട, ചാർട്ട് പ്രകാരം എല്ലാം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി പൂജ ചെയ്യാനുള്ള ആളിങ്ങോട്ട് വന്നാൽ മതിയാവും. ശരി, ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. നന്ദന, നിങ്ങളിത് എവിടെ എത്തി? ഞങ്ങൾ ഇപ്പൊ എത്തും. ഇങ്ങതാ. സുബണ്ണ, ഞങ്ങളിത് ഇടറോഡ് കഴിഞ്ഞു. വേഗം വാ. സുബണ്ണ. അതെ, പിന്നൊരു കാര്യമുണ്ട്. അച്ഛൻ വിളിച്ചിരുന്നു, പൂജയ്ക്ക് അമ്മ വരുന്നില്ലെന്ന്. വെരി ഗുഡ്. അപ്പൊ ഇനി കല്യാണി വരേണ്ട താമസം. നിങ്ങൾ ഇനി പെട്ടെന്ന് പോരെ. ഞങ്ങളിത് എത്തി. ഓക്കെ, അവിടെ വെച്ചാണ്. ചേട്ടാ, കുറച്ചുകൂടി വേഗത്തിൽ പോവാമോ? കുഞ്ഞ്, ഇതൊരു ഓട്ടോറിക്ഷയാണ്.
ഇതിന്ന് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ വല്ല ടാക്സിക്കാരൻ പിടിച്ച് പോയിക്കോളൂ. ലക്ഷ്മി സരസ്വതി ലക്ഷ്മി സരസ്വതി ഭൂമി പൂജ ചെയ്യാനുള്ള ആള് എപ്പോഴാ വരിക? ഇപ്പൊ എത്തും. ഓൺ ദ വേ. ആ ശരി. എന്തു പറ്റി? വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. എന്തു പറ്റിയതാ? ശരിയാ, ബ്രേക്ക് ഡൗൺ ആയതാ. കുട്ടി കയറിയപ്പോഴേ എനിക്ക് തോന്നിയതാ. വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നോക്ക്. എത്ര രൂപയായി? 50. ഭഗവാനെ, ഓം വസുന്ധരായ വിദ്മഹേ ധൃതധാത്രീയ ധീമഹി തനോ ഭൂമി പ്രചോദയാത്. ഓട്ടോ. ഓം വസുന്ധരായ വിദ്മഹേ ധൃതധാത്രീയ ധീമഹി തനോ ഭൂമി പ്രചോദയാൽ. സാർവപൂർണ്ണ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ പൂജ ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടാവില്ല. ശരി തിരുമേനി. അനിയങ്കുഞ്ഞിനൊന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, സുബ്രഹ്മണ്യനെ വിളിക്കാം. ആ മരുന്നൊഴിച്ചിട്ട് കണ്ണുകൾക്ക് വേദനയോ നീറ്റലോ എന്തെങ്കിലും അസ്വസ്ഥതയോ തോന്നുന്നുണ്ടോ കുഞ്ഞെ? ഇല്ല സ്വാമിജി. നല്ലത്. ഇത് ഒരു അപൂർവ ഇനം പൂക്കളുടെ നീരാണ്. കൊടും ശൈത്യത്തിലേ ഇത് വളരുകയുള്ളൂ. പൗർണമി നാൾ അസ്തമിച്ച് അടുത്ത സൂര്യോദയത്തിന് മുമ്പ് ശേഖരിച്ച പൂക്കളാണിവ.
കാടുകൾക്കുള്ളിൽ മാത്രം താമസിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. കാട്ടരുവിയിലെ വെള്ളം കുടിച്ചും കാട്ടുപഴങ്ങൾ ഭക്ഷിച്ചും മാത്രമല്ല അവർ ജീവിക്കുന്നത്. അവർ കൃഷി ചെയ്യാറുണ്ട്. വന്യമൃഗങ്ങൾ അവരെ ഉപദ്രവിക്കാറേയില്ല. കാരണം മൃഗങ്ങൾക്ക് അവരെ അറിയാം. അവർക്ക് അസുഖങ്ങൾ നന്നേ കുറവാണ്. കാരണം എന്തെന്നാൽ ഔഷധ സസ്യങ്ങളെ തഴുകി വരുന്ന കാറ്റേറ്റും കാട്ടരുവികളിൽ കുളിച്ചുമാണ് അവർ ജീവിക്കുന്നത്. ഇന്നുള്ളവർക്ക് 64 ഔഷധ ഗുണങ്ങളുള്ള നെല്ലിക്കയെക്കുറിച്ച് പഠിക്കാൻ എവിടെ നേരം? എന്താ പറയുക? ഭൂമി പൂജയ്ക്ക് പോയ സഹധർമ്മിണി മടങ്ങി വരും വരെ കുഞ്ഞു വിശ്രമിക്കാൻ. അല്പം കഴിഞ്ഞ് ഒരു ചികിത്സ കൂടിയുണ്ട്. കുടിക്കാൻ ഇളനീരും കഴിക്കാൻ പഴങ്ങളും കൊടുക്കും. ശരി സ്വാമി. സമുദ്രവസനേ ദേവി പർവതസ്തന ഗുണകുലേ വിഷ്ണുപത്നീ നമസ്തുഭ്യം പാദസ്പർശം സമസ്തമേ. സമുദ്രവസനേ ദേവി പർവതസ്തന ഗുണകുലേ വിഷ്ണുപത്നീ നമസ്തുഭ്യം പാദസ്പർശം സമസ്തമേ. ഭൂമി പൂജ ചെയ്യാനുള്ള ആള് ഇതുവരെ എത്തിയിട്ടില്ലേ? ഇപ്പൊ വരും, ഇനി താമസിക്കില്ല. സുബർണ വാ. അല്ല സുബർണ, കല്യാണിയുടെ എത്തിയിട്ടില്ല. സുബർണ, കാര്യങ്ങളല്ല എത്ര അനുകൂലമായിട്ട് വന്നിട്ട് കല്യാണി ഇത്ര താമസിക്കുന്നേ. ഞാനൊന്ന് കല്യാണി വിളിക്കാം. വേഗം വിളിക്കും. ഓട്ടോ ഓട്ടോ ഓട്ടോ. സമയത്രയും എന്തേ എന്തേട്ടി? കല്യാണിയുടെ ഫോണ് പെട്ടെന്ന് ഓഫ് ആയല്ലോ. നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. സുവർണം വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ. ഞാനും കുറച്ചു മുമ്പ് വിളിച്ചതാ, കിട്ടുന്നില്ലായിരുന്നു. എന്തൊരു കഷ്ടമാണിത്. ഈ പൂജ ചെയ്യേണ്ടത് തൃച്ചംബരത്ത് മൂത്ത മരുമകളായി വന്നു കയറിയ പെൺകുട്ടിയാവണം. മൂത്ത മരുമകൾ ഭൂമി പൂജ ചെയ്താലേ തൃച്ചംബരത്തെ ദോഷങ്ങൾ മാറുകയുള്ളൂ. അതിന് സംശയം വേണ്ട. തോന്നുന്നെന്തിനാ നീ കാര്യം പറയും, മനുഷ്യനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ. ഞാൻ കല്യാണിക്ക് ഫോൺ ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കല്യാണിയുടെ മൊബൈലിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താണെന്നൊന്നും വ്യക്തമല്ല. അതെ സുവർണ, പൂജ നടക്കും നടക്കാതിരിക്കും ചേട്ടാ. നമുക്ക് കല്യാണിക്ക് എന്താ പറ്റി നോക്കാം. വാ.
വാ വാ. അച്ഛ ഇത് എന്ത് പറ്റി കല്യാണി? ഞാൻ വന്ന ഓട്ടോ കേടായി പോയി. ഞാനൊരു വണ്ടി തിരക്കി നടക്കുമ്പോഴാ. ഭാഗ്യത്തിന് ഞാനാ വഴി വന്നു. ഞങ്ങളെല്ലാരും അങ്ങ് പേടിച്ചു പോയിന്നേ. പൂജ ചെയ്യാനുള്ള ആള് വന്നോ? സമയമായി. വന്നു, ആള് വന്നു തിരുമേനി. ചെല്ലു കല്യാണി, പൂജയ്ക്കിരിക്കെ. വാ. വരൂ, ഇരുന്നോളൂ.